മോള് പറഞ്ഞു, അവരും കേൾക്കുന്നുണ്ട്. മഞ്ജു, എന്നെ ഇതിനകത്ത് പൂട്ടിയാ ഞാനങ്ങ് തോറ്റുപോകുന്നു കരുതിയോ? അതിന് സ്വപ്നം വേറെ ജനിക്കണം. ഈ ജയിലിനകത്തെ എനിക്കിപ്പോ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. കട്ടില്, ഫോണ്, TV എല്ലാം. 4 നേരവും ഞാൻ ഫുഡേ പുറത്തുനിന്ന് ഓർഡർ ചെയ്താ കഴിക്കുന്നത്. ഫാനിന് സ്പീഡ് കുറവായതുകൊണ്ടേ AC ആക്കാൻ പറ്റുമെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അതും കൂടി ഒന്ന് സെറ്റായ അടിപൊളിയായി. എന്തിനേറെ പറയണം, ഈ രാത്രിയില് ഞാൻ സംസാരിക്കുന്നതേ സെല്ലിന് പുറത്തുനിന്നാ. ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ, കാശ് കൊടുത്താ വാങ്ങാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. ഞാനിവിടെ കയറിയ കുറച്ചു ദിവസം മഹിമ എന്നെ ഒന്ന് ബുദ്ധിമുട്ടിച്ചു. പക്ഷെ അതിന്റെ പലിശയും ചേർത്ത് ഞാനിപ്പോ അവൾക്ക് തിരിച്ചു കൊടുത്തോണ്ടിരിക്കുക. നീ ആവശ്യമില്ലാത്ത പണിക്കൊന്നും നിൽക്കരുത്. ഓ, ഇപ്പൊ ഗിരിയായിട്ട് സംസാരിക്കാനൊക്കെ പറ്റുന്നുണ്ടല്ലേ? ഞാൻ ജയിലിൽ കിടന്ന് നരയിച്ചിട്ടും മഹിമയോട് ഇങ്ങനെ ചോദിക്കാൻ തോന്നിയില്ലേ? തോന്നില്ല. ഇപ്പോഴും അവളോടാണല്ലോ ഗിരിയേട്ടന് കൂടുതൽ താല്പര്യം. ഞാൻ ഗോപാൽജിയോടും കുടുംബത്തിനോടും എന്തിനാ കൂറ് കാണിക്കുന്നെന്ന് ഇപ്പൊ മനസ്സിലായോ? ഒരു പ്രശ്നം ഉണ്ടായപ്പോ രക്ഷിക്കാൻ അവരും അവരുടെ കാശുവേ ഉണ്ടായിരുന്നുള്ളൂ. ആ മഞ്ജു, എന്നെ കള്ളക്കേസിലെ കുടിക്ക് ശിക്ഷിച്ച് നന്നാക്കാനായിരുന്നില്ലേ നിന്റെ ഉദ്ദേശം? ഇനി അതിന്റെ പ്രത്യാഘാതം അനുഭവിക്കാൻ പോകുന്നതേ മഹിമയായിരിക്കും. അവളെ ഞാൻ ഇവിടെ നരകം കാണിക്കും. ഇവിടുത്തെ ഉപദ്രവം സഹിക്കാൻ വയ്യാതെ അവള് തന്നെ തൂക്കുകയറി ചോദിച്ചു വാങ്ങും. നിർത്തടി. നീ ആരാന്ന നിന്റെ വിചാരം? ഉണ്ണിയാർച്ചയോ? ഝാൻസി റാണിയോ? ആ ജയിലിനകത്ത് നീ സുരക്ഷിതയായിരിക്കും. പക്ഷേ ശിക്ഷ കഴിഞ്ഞ് നീ പുറത്തിറങ്ങുമ്പോ നിന്നെയും കാത്ത് ഞാനിവിടെ നിൽക്കുന്നുണ്ടാവും. അതിനകത്ത് നീ മഹിമയോട് ചെയ്തതിനെല്ലാം പലിശയും ചേർത്ത് ഞാൻ തിരിച്ചു തരും. പിന്നെ നീ പ്രഗ്നന്റ് ആയിരുന്നില്ല എന്ന സത്യം അറിയാവുന്ന ഒരാളാണ് ഞാനെന്ന് നീ മറക്കണ്ട. അത് തെളിയിക്കാൻ ഒരു പോലീസുകാരിയായി എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നിന്റെ ആ ഫ്രോഡ് ഡോക്ടറെ പൊക്കി ചോദിക്കേണ്ടതുപോലെ ചോദിച്ചാ മതി. അത് ഗോപാലിനെയും കുടുംബത്തെ അറിയിച്ച പിന്നെ അവര് നിന്നെ തിരിഞ്ഞു നോക്കൂന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? സഞ്ജുവിനെ ചതിച്ചേന് ജയിലിൽ വെച്ച് നിന്നെ തീർക്കാതിരുന്ന നിന്റെ ഭാഗ്യം. അങ്ങനെയൊന്നും ചെയ്യരുത്. എന്നാ മോളോടെ എന്റെ അനിയത്തിയുടെ അടുത്തൊന്നും അകലം പാലിക്കാൻ പറഞ്ഞേക്ക്. അവര് പോയി മോളെ. നീ ഇനി മഹിമയായിട്ട് പ്രശ്നത്തിനൊന്നും പോണ്ട. വെറുതെ മഞ്ജുവിനെ വെറുപ്പിക്കണ്ട. അവൾക്ക് ദേഷ്യം പിടിച്ച എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റില്ല. ഞാൻ പിന്നെ വിളിക്കാം അമ്മേ. ശരി. വെറുതെ വെല്ലു വിളിക്കണ്ടായിരുന്നു. കാശിന്റെ ശക്തി കണ്ടില്ലേ? ജയിലിൽ അവൾക്ക് എന്തൊക്കെ സൗകര്യങ്ങളാ ഒരുക്കി കൊടുത്തിരിക്കുന്നെ. ഞാനൊരു പോലീസുകാരിയാണെന്ന് പോലും വകവെക്കാതെയാ ഞാൻ കേൾക്കേ അവള് പൊങ്ങച്ചൻ പറഞ്ഞത്. അത് അവളുടെ വിവരമില്ലായ്മയായിട്ട് നീ കരുതിയാ മതി. ഇത് വിവരമില്ലായ്മയൊന്നും അല്ല, അഹങ്കാരം. കാശുണ്ടെങ്കിൽ ആരെയും എന്തും ചെയ്യാന്നുള്ള അഹങ്കാരം. ഗിരിയേട്ടാ, ജയിലിന് മഹിമ എന്തൊക്കെ സഹിക്കുന്നുണ്ടാവുന്ന ആലോചിച്ചിട്ട് എനിക്ക് ഒരു സമാധാനവും കിട്ടുന്നില്ല. ഈ ജോർജ് അല്ലാതെ അവിടെ വേറെ ഉദ്യോഗസ്ഥരാരുമില്ലേ? അവിടെ ഒരു പരിധിക്ക് മീതെ അയാളുടെ ഒരു കളിയും നടക്കില്ലേ? ഒരു തരത്തില് ജയിലിലുള്ള ഒരു സർക്കാരിന്റെ അതിഥികളല്ലേ? അവർക്കൊന്നും സംഭവിക്കാതെ നോക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്വമല്ലേ? അങ്ങനെയൊക്കെ വിശ്വസിക്കാനേ ഇപ്പൊ നിവൃത്തിയുള്ളൂ.
ആ 4 ചുവരുകൾക്കുള്ളിൽ എന്ത് നടന്നാലും എനിക്ക് നിസ്സഹായമായിട്ട് നോക്കി നിൽക്കാനേ കഴിയൂ. നീ വിഷമിക്കാതിരിക്ക. മഹിമയ്ക്ക് ഒന്നും സംഭവിക്കില്ല. സ്വപ്ന എന്തെങ്കിലും തരത്തിൽ മഹിമയെ ഉപദ്രവിച്ച ഞാനവളെ വെറുതെ വിടില്ല. നീ താഴെ വെച്ച് പറഞ്ഞതുപോലെ ഗോപാൽജിയെ സ്വപ്ന പ്രഗ്നന്റ് അല്ലായിരുന്നു എന്ന് നീ അറിയിക്കോ? അങ്ങനെ ചെയ്താ അതിന്റെ പ്രത്യാഘാതം ചെറുതായിരിക്കില്ല. ഗോപാൽജിയും കുടുംബത്തെയും നിനക്ക് നന്നായിട്ട് അറിയാലോ. നീ പറഞ്ഞതുപോലെ അവരെ പറ്റിച്ചു എന്ന് അവർക്ക് മനസ്സിലായാൽ അവര് സ്വപ്നയെ കൊല്ലാൻ പോലും മടിക്കില്ല. സ്വപ്നയുടെ ജീവൻ അപകടം വരുന്ന എന്തെങ്കിലും നീ ചെയ്യൂന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്റെ അച്ഛനെ കൊന്ന ആളാ ഗോപാലൻ. അയാളെ കൊല്ലണമെന്ന് ഞാൻ തീരുമാനിച്ച അത് നടപ്പിലാക്കാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ അയാളെ പോലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പൊ പിന്നെ സ്വപ്നയെ കൊല്ലിക്കണമെന്ന് ഞാൻ ചിന്തിക്കോ? അവൾ എന്തൊക്കെ തെറ്റ് ചെയ്താലും അവൾ ഗിരിയേണ്ട അനിയത്തിയാണെന്നുള്ള പരിഗണന ഞാൻ അവൾക്ക് എപ്പോഴും കൊടുക്കും. എന്താ പോരെ? അത് മതി. ഞാൻ അവളെ ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞല്ല. നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും എനിക്ക് ആകെയുള്ളൊരു അനിയത്തിയായി പോയില്ലേ? എനിക്കും ഒരനിയത്തേ ഉള്ളൂ. അവളെ എത്രയും പെട്ടെന്ന് ജയിലിൽ നിന്ന് എനിക്ക് മോചിപ്പിക്കണം. എന്താണ് മാഡം നിങ്ങൾക്ക് വേണ്ടത്? ഞാൻ പ്രീതിക്ക് ഡിവോഴ്സ് കൊടുത്തല്ലോ. ഇനി എന്തിനാ എന്റെ പുറകെ നടന്നിങ്ങനെ ശല്യം ചെയ്യുന്നത്? ഞാൻ പ്രീതിയെക്കുറിച്ച് സംസാരിക്കാനല്ല വന്നത്. പീതാംബരന്റെ മരണത്തെക്കുറിച്ച് ചില സംശയങ്ങൾ എനിക്കുണ്ട്. അത് തീർക്കാൻ വേണ്ടിയാ തന്നെ കാണണമെന്ന് പറഞ്ഞത്. പക്ഷേ താൻ എന്റെ കോളുകൾ അവോയ്ഡ് ചെയ്യായിരുന്നല്ലോ. സ്റ്റേഷനിൽ കൊണ്ടുപോയി ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചാൽ മാത്രമേ ഉത്തരം നൽകുന്നുണ്ടോ? വെറുതെ പേടിപ്പിക്കുന്ന വേണ്ട മാഡം. ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥൻ തന്നെയാ. പോലീസ് വിളിക്കുമ്പോഴൊക്കെ സ്റ്റേഷനിലേക്ക് ഓടിയെത്തണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. എനിക്കെതിരെ ആരെങ്കിലും പരാതി തന്നിട്ടുണ്ടോ? എന്നെ ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ നിങ്ങൾ സംശയിക്കുന്നുണ്ടോ? ഇതൊന്നും ഇല്ലെങ്കിൽ എന്നെ വെറുതെ എങ്ങനെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്താൻ പറ്റില്ല. എനിക്ക് എന്റെ അവകാശങ്ങളെ കുറിച്ച് വ്യക്തമായ ബോധമുണ്ട്. മാഡം, എനിക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരേണ്ട ഒരു കാര്യമില്ല. പക്ഷേ ഈ ഒരു അവസ്ഥയിലും ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നതല്ലേ? നിങ്ങളൊരു പോലീസുകാരി ആയതുകൊണ്ടല്ല, ഒരമ്മയാവാൻ പോകുന്നുണ്ട്